2024 ജൂലൈയിൽ നടന്ന പ്രധാന സംഭവങ്ങൾ. ജൂലൈ 1 ഇന്ത്യൻ ശിക്ഷാ നിയമം (IPC), ക്രിമിനൽ നടപടിച്ചട്ടം (CRPC), ഇന്ത്യൻ തെളിവു നിയമം എന്നിവയ്ക്ക് പകരമായുള്ള ഭാരതീയ ന്യായ സംഹിത (BNS) പ്രാബല്യത്തിൽ വന്നു. രാജ്യത്ത് ആദ്യമായി യുനെസ്കോയുടെ സാഹിത്യ നഗര പദവി നേടി കോഴിക്കോട് നഗരം. ബംഗാൾ ഉൾക്കടൽ മേഖലാ രാജ്യങ്ങളുടെ കൂട്ടായ്മയായ ബിംസ്റ്റെക് ഡയറക്ടറായി പ്രശാന്ത് ചന്ദ്രനെ നിയമിച്ചു. ഇന്ത്യ, ബംഗ്ലാദേശ്, മ്യാൻമർ, ശ്രീലങ്ക, നേപ്പാൾ, ഭൂട്ടാൻ, തായ്ലൻഡ് എന്നീ 7 രാജ്യങ്ങളുടെ സാങ്കേതിക സാമ്പത്തിക സഹകരണ കൂട്ടായ്മയാണിത്. ലേബർ പാർട്ടി നേതാവ് ക്യോർ സ്റ്റാർമർ ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയായി സ്ഥാനമേറ്റു. ഇറാൻ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ മസൂദ് പെസഷ്കിയാൻ വിജയിച്ചു. പാരീസ് ഡയമണ്ട് ലീഗ് അത്ലറ്റിക്സ് മീറ്റിൽ ഉക്രൈനിൻ്റെ യാരോസ്ലാവ മഹുജിക്നിത ഹൈജമ്പിൽ 2.10 മീറ്റർ പിന്നിട്ട് 37 വർഷം പഴക്കമുള്ള ലോക റെക്കോർഡ് മറികടന്നു. പാരീസ് ഒളിമ്പിക്സിൽ പങ്കെടുക്കുന്ന ഇന്ത്യൻ കായിക സംഘത്തിൻ്റെ തലവനായി അഥവാ ചെഫ് ഡി മിഷൻ ഷൂട്ടിംഗ് താരം ഗഗൻ നാരംഗിനെ നിയമിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് റഷ്യയുടെ പരമോന്നത സിവിലിയൻ ബഹുമതിയായ ഓർഡർ ഓഫ് സെന്റ് ആൻഡ്രൂസ് ദി അപ്പോസൽ ബഹുമതി പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ സമ്മാനിച്ചു. 2023 സംസ്ഥാന ചലച്ചിത്ര അവാർഡുകൾ നിർണ്ണയിക്കുന്ന ജൂറിയുടെ ചെയർമാനായി ഹിന്ദി സംവിധായകൻ സുധീർ മിശ്രയെ നിയമിച്ചു. ജൂലൈ 11 വിഴിഞ്ഞം രാജ്യാന്തര തുറമുഖത്ത് ആദ്യമെത്തിയ മദർഷിപ്പ് സാൻ ഫെർണാണ്ടോ കപ്പലിന് സ്വീകരണം നൽകി. 1975 അടിയന്തരാവസ്ഥ കാലത്തെ മനുഷ്യത്വരഹിതമായ നടപടികൾ അതിജീവിച്ചവരുടെ ഓർമ്മയ്ക്കായി ജൂൺ 25 ഭരണഘടനാ ഹത്യാ ദിനമായി ആചരിക്കാൻ കേന്ദ്ര സർക്കാർ തീരുമാനിച്ചു. വിംബിൾഡൺ ടെന്നീസ് വനിതാ സിംഗിൾസ് ഫൈനലിൽ ചെക്ക് റിപ്പബ്ലിക്കിൻ്റെ ബാർബറ കെജ്രിക്കോവ ജേതാവായി. പുരുഷ വിഭാഗത്തിൽ സ്പാനിഷ് താരം കാർലോസ് അൽക്കാരസും വിജയിയായി. കോപ്പ അമേരിക്ക അർജന്റീന ജേതാക്കളായി. യൂറോ കപ്പിൽ സ്പെയിനും ജേതാക്കളായി. ദീൻ ദയാൽ അന്ത്യോദയ യോജന ദേശീയ നഗര ഉപജീവന ദൗത്യം മികച്ച രീതിയിൽ നടപ്പാക്കിയതിൽ കേരളം തുടർച്ചയായി 7ാമതും 1ാമതെത്തി. ഉത്തർപ്രദേശും രാജസ്ഥാനും 2-3 സ്ഥാനങ്ങളിലെത്തി. മുൻ വിദേശകാര്യ സെക്രട്ടറി വിനയ് മോഹൻ ക്വാത്രയെ US-ലെ ഇന്ത്യൻ അംബാസഡറായി കേന്ദ്രം നിയമിച്ചു. ഗ്വാട്ടിമാലയിലെ മനുഷ്യാവകാശ പോരാളി റിഗോബർത്തെ മെഞ്ചുവിനും മെക്സിക്കൻ രാഷ്ട്രീയ നേതാവ് വെക്ടർ ഗോൺസാലസ് ടോറസിനും ഗാന്ധി മണ്ഡേല പുരസ്കാരം സമർപ്പിച്ചു. പാരീസിലെ ഒളിമ്പിക്സിൽ നീന്തൽ റഫറിയായി മലയാളിയായ S രാജീവ്. പാനലിലെ ഏക ഇന്ത്യക്കാരനാണ് രാജീവ്. സ്വതന്ത്ര ഇന്ത്യയിൽ തുടർച്ചയായി ഏറ്റവും കൂടുതൽ ബജറ്റുകൾ 7 അവതരിപ്പിച്ച നേട്ടത്തിൽ CD ദേശ്മുഖിന് ഒപ്പം ധനമന്ത്രി നിർമ്മല സീതാരാമനും. കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാലം തുടർച്ചയായി മന്ത്രി പദവിയിൽ ഇരുന്നതിൻ്റെ റെക്കോർഡ് 2365 ദിവസം AK ശശീന്ദ്രന് സ്വന്തം. മുഖ്യമന്ത്രിമാർ ഒഴികെയുള്ള കണക്കാണിത്. സംവിധായകൻ ശേഖർ കപൂർ ഗോവയിലെ ഇന്ത്യൻ ഇൻ്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവലിൻ്റെ ഡയറക്ടറായി നിയമിതനായി. അസമിലെ ചരിത്ര സ്മാരകമായ ചെരായ്തോയ് മൈദം യുനെസ്കോ പൈതൃക പട്ടികയിൽ ഇടം നേടി. അഹോം രാജാക്കന്മാരുടെ പിരമിഡ് മാതൃകയുള്ള ശവകുടീരങ്ങളാണ് മൈദം. വെനസ്വേല പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ നിക്കോളാസ് മഡുറോ 3ാം വട്ടവും തിരഞ്ഞെടുക്കപ്പെട്ടു. UPSC ചെയർപേഴ്സണായി പ്രീതി സുധനെ നിയമിച്ചു. പാരീസ് ഒളിമ്പിക്സിൽ വനിതകളുടെ ഷൂട്ടിംഗ് 10 മീറ്റർ എയർ പിസ്റ്റൾ ഇനത്തിൽ മനു ഭാക്കറിന് വെങ്കലം. പാരീസ് ഒളിമ്പിക്സിൽ ഇന്ത്യയുടെ ആദ്യത്തെ മെഡലാണിത്. മനു ഭാക്കർ സർബ്ജോത് സിംഗ് സഖ്യത്തിന് ഷൂട്ടിംഗ് മിക്സഡ് ടീമിനത്തിൽ വെങ്കലം. ഒരു ഒളിമ്പിക്സിൽ ഒന്നിലധികം മെഡൽ നേടുന്ന ആദ്യത്തെ ഇന്ത്യൻ വനിതയായി മനു ഭാക്കർ മാറി.